and he have a doctorate in ministry, and he's now going to give us the word of God. Let's clap our hands and welcome him to the dais. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇവിടെ അധിവസിക്കുന്ന ദൈവസാന്നിധ്യത്തിനായി നന്ദി പറയുന്നു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭ തമിഴ്നാട് സ്റ്റേറ്റിൻ്റെ അധ്യക്ഷനായി പ്രസിഡൻ്റായി സേവനമനുഷ്ഠിക്കുന്ന കർത്താവിൽ ആദരണീയനായ പാസ്റ്റർ കിങ്സ്ലി ചെല്ലൻ അവറുകൾ, എനിക്ക് മുമ്പ് ദൈവവചനം അതിശക്തമായി ഇവിടെ പ്രഘോഷിച്ച കർത്താവിൻ്റെ ദാസൻ റോബിൻ ജോർജ് അവറുകൾ, വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാർ, കൂടി വന്നിരിക്കുന്ന ദൈവജനം, അതുപോലെ തന്നെ സഭയുടെ മൂപ്പന്മാർ, ഏവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. വിശേഷിച്ചും എനിക്ക് ഇങ്ങനെ ഒരു അവസരം നൽകിത്തന്ന ഇന്ത്യ പെന്തക്കോസ്ത ദൈവസഭ, അതിൻ്റെ ജനറൽ കൗൺസിൽ, ജനറൽ എക്സിക്യൂട്ടീവ് പാസ്റ്റർ ഡോക്ടർ ടി വത്സൻ എബ്രഹാം നേതൃത്വം കൊടുക്കുന്ന സഭയുടെ നേതൃനിരയ്ക്കായി സ്തോത്രം ചെയ്യുന്നു, നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. എന്നെ ഇതിന് പ്രാപ്തനാക്കിയ സർവശക്തനായ ദൈവത്തിനും നന്ദി അർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ ശുശ്രൂഷിക്കാൻ വേണ്ടി എനിക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന വിഷയമെന്ന് പറയുന്നത് ബോൾഡ്നെസ് ഇൻ വിറ്റ്നസിങ് എന്നുള്ളതാണ്. സാക്ഷിയാകുന്നതിനുള്ള ധൈര്യം. ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ, ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ, ദൈവവചനം പ്രസംഗിക്കാൻ, ദൈവവചനം മറ്റുള്ളവരോട് പങ്കുവയ്ക്കാൻ നമുക്ക് ധൈര്യം ആവശ്യമാണ്. ഹല്ലേലൂയ. ആ ധൈര്യം എന്ന് പറയുമ്പോൾ ആ ധൈര്യത്തിൽ നിന്ന് പലരെയും പിന്നോട്ട് വലിക്കുന്നത് പല കാരണങ്ങളാണ്. എനിക്ക് നൽകപ്പെട്ടിരിക്കുന്ന വേദഭാഗമെന്ന് പറയുന്നത് അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 4-ാം അധ്യായം 31-ാം വാക്യം. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു. ഞാൻ പറഞ്ഞു, പലരെയും ദൈവവചനം പ്രസ്താവിക്കുന്നതിൽ നിന്ന് ഈ ലോകത്തിൽ നമ്മളെ ഓരോരുത്തരെയും എന്ത് ജോലി എന്നുള്ള വ്യത്യാസമില്ലാതെ, പ്രായഭേദമില്ലാതെ, വിശ്വാസിയെന്നോ കർത്തൃദാസനെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരുടെ മേലും ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. അത് ദൈവവചനത്തിൻ്റെ, ക്രിസ്തുവിൻ്റെ നിത്യരാജ്യത്തിൻ്റെ സാക്ഷികൾ ആകുക എന്നുള്ളതാണ്. ദൈവം നമ്മളെ എവിടെയാക്കി വെച്ചാലും, ശുശ്രൂഷ മേഖലകളിലായിക്കോട്ടെ, ജോലി സ്ഥലങ്ങളിലായിക്കോട്ടെ, നമ്മൾ പോകുന്ന യാത്രകളിലായിക്കോട്ടെ, നമ്മളുടെ ക്യാമ്പസുകളിലായിക്കോട്ടെ, എവിടെയാണെങ്കിലും ക്രിസ്തുവിൻ്റെ സാക്ഷിയാകാൻ വിളിക്കപ്പെട്ട, അതിൻ്റെ ഒരു അധികാരത്തിൻ്റെ ശുശ്രൂഷയുള്ള, അതിൻ്റെ ഒരു വിളിയും നിയോഗവുമുള്ള വ്യക്തികളാ ദൈവമക്കളായ നാം ഓരോരുത്തരും. പക്ഷെ പലപ്പോഴും നമ്മളെ നമ്മുടെ നിയോഗത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത്, പലപ്പോഴും നമ്മളെ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് പിന്നോട്ട് വലിക്കുന്നത് പല കാരണങ്ങളാണ്. ഹല്ലേലൂയ. പലർക്കും മടി വരാൻ കാരണം, പലർക്കും ഭയം വരാൻ കാരണം വിവിധ കാരണങ്ങളാണ്. ചിലർക്ക് സ്വതവേ മടിയാ, ചിലർക്ക് ഭയമാ, ചിലർക്ക് ദൈവവചനം മറ്റുള്ളവരോട് പറയുന്നത്, ക്രിസ്തുവിൻ്റെ സാക്ഷിയാകുന്നത്, പരസ്യയോഗത്തിൽ പ്രസംഗിക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ളവരോട് ദൈവവചനം പ്രസ്താവിക്കുന്നതൊക്കെ ഭയമുള്ള കാര്യമാണ്. കാരണം അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്കറിയത്തില്ല. ഹല്ലേലൂയ. കഷ്ടമുള്ള ദേശങ്ങളിലും പീഡയുള്ള നാടുകളിലും ഒക്കെ ചെന്ന് ദൈവത്തിൻ്റെ വചനം അതിശക്തമായി പ്രസംഗിക്കുന്ന അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന ദൈവദാസന്മാർ നമുക്കിടയിലുണ്ട്. അങ്ങനെയുള്ള ദൈവദാസന്മാർ പീഡകൾ സഹിച്ചും കഷ്ടം സഹിച്ചും പലവിധമായ പ്രതിസന്ധികൾ അവരുടെ മുമ്പിലുണ്ടായിട്ടും അതിനെയൊന്നും വകവയ്ക്കാതെ അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് ക്രിസ്തുവിൻ്റെ വേല, ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ ശുശ്രൂഷ ഈ ഭൂമിയിൽ അതിശക്തമായി ചെയ്യുന്നത് നമുക്ക് കാണാം. പക്ഷെ പലപ്പോഴും നമ്മൾ യുവജനങ്ങളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പല വിധത്തിൽ പല പ്രൊഫഷണൽസിൽ ഏർപ്പെട്ടിരിക്കുന്ന പ്രൊഫഷണൽസിനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നമ്മൾ അതിൽ നിന്ന് പിന്നോട്ട് വലിയുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒരുപക്ഷെ ഇന്നത്തെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളവും പലപ്പോഴും ഇതിൽ നിന്ന് പിന്നോട്ട് പോകുന്ന, ഭയമുണ്ടാകുന്ന, മടിയുണ്ടാകുന്ന സാഹചര്യങ്ങൾ നാം കാണാറുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന, നമ്മുടെ മേൽ തന്നിരിക്കുന്ന ഈ നിയോഗത്തിന് വേണ്ടി നാം ഏറ്റവും അധികം അധ്വാനിക്കേണ്ടുന്ന, ഏറ്റവും അധികം ചുവട് വയ്ക്കേണ്ടുന്ന, ഏറ്റവും അധികം വില കൊടുക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാം ജീവിക്കുന്നത് അന്ത്യകാലത്തിലാണ്.
ഹല്ലേലൂയ. നേരത്തെ ദൈവദാസൻ ഇവിടെ ശുശ്രൂഷിച്ചപ്പോൾ 900 ഏകദേശം 900ഓളം ആളുകൾ ദൈവദാസന്മാർ ജയിലിൽ കിടക്കുന്നതായി ഉള്ള ഒരു ഇൻഫർമേഷൻ ഇവിടെ പങ്കുവച്ചു. ഹല്ലേലൂയ. അത്രയും പേർ സുവിശേഷത്തിന് വേണ്ടി കഷ്ടം സഹിച്ച് ജയിലറകളിൽ കിടക്കുമ്പോൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം, നമുക്ക് ദൈവവചനം പ്രഘോഷിപ്പാൻ ദൈവം തന്നിരിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉപയോഗിക്കാൻ നാം മടി കാണിച്ചാൽ നാം ഓരോരുത്തരും അതിന് കണക്ക് പറയേണ്ടി വരുമെന്ന് കൂടെ ഓർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചന ശുശ്രൂഷയിലേക്ക് കയറാൻ താല്പര്യപ്പെടുക. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, മടിയുള്ള അനേകരുണ്ട്, ഭയമുള്ള അനേകരുണ്ട്, സഭാകമ്പമുള്ള അനേകരുണ്ട്. പലർക്കും തങ്ങളുടെ കംഫർട്ട് സോൺ വിട്ട് പുറത്തോട്ട് വരാൻ മടിയാണ്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന ജോലിയുണ്ട്, നല്ല ശമ്പളമുണ്ട്, ആക്കി വച്ചിരിക്കുന്ന സ്ഥാനങ്ങളുണ്ട്, ദൈവം നമുക്ക് തന്നിരിക്കുന്ന കസേരകളോ സ്ഥാനങ്ങളോ മാനങ്ങളോ ഒക്കെ ഉണ്ട്, സമൂഹത്തിൽ തന്നിരിക്കുന്ന നിലയോ വിലയോ ഒക്കെ ഉണ്ട്. പലപ്പോഴും ഇതൊക്കെ വിട്ടിട്ട് നാം ഈ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങാൻ, അല്ലെങ്കിൽ ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെയും ഇതൊക്കെ ഒരു സൈഡിലിരിക്കുമ്പോൾ ഈ കംഫർട്ട് സോൺ വിട്ടുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ ശുശ്രൂഷ, ദൈവരാജ്യത്തിൻ്റെ പ്രഘോഷണത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ പലപ്പോഴും നമുക്ക് മടിയാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മളെ വിരൽ ചൂണ്ടുന്നത് മോശയുടെ ജീവിതത്തിലേക്കാണ്. ഹല്ലേലൂയ. തൻ്റെ പ്രായത്തിലുള്ള സകല ഹല്ലേലൂയ ബാലന്മാരും കൊല ചെയ്യപ്പെട്ടിട്ടും ദൈവം അവനെ തിരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന ഒരു സ്ഥാനമുണ്ട്. ദൈവം അവന് കൊട്ടാരത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട്. അവന് കൊടുത്തിരിക്കുന്ന ഹല്ലേലൂയ സൗകര്യങ്ങളും സ്ഥാനങ്ങളും മാനങ്ങളും അവൻ്റെ പ്രിവിലേജസ് എല്ലാം അവിടെ നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഈ പ്രിവിലേജസ് എല്ലാം അവിടെ നിൽക്കുമ്പോൾ മോശ വളർന്നപ്പോൾ അവൻ തിരഞ്ഞെടുത്ത ഒരു തീരുമാനമുണ്ട്. എന്താ അത്? മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങളെക്കാൾ ദൈവജനത്തോടു കൂടെ കഷ്ടമനുഭവിക്കുന്നത്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ നിന്ന സഹിക്കുന്നത് വലിയ ധനം എന്ന് താൻ തിരഞ്ഞെടുത്തു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, നമുക്ക് മുമ്പിൽ മിസ്രൈമിൻ്റെ നിക്ഷേപങ്ങൾ നീട്ടിവച്ചിരിക്കുന്ന അവസ്ഥകളുണ്ടായിരിക്കും. നമുക്ക് മുമ്പിൽ ജീവിതത്തിൽ വളരെയധികം അനുഗ്രഹങ്ങളോ നന്മകളോ ലോകത്തിൻ്റെ ഹല്ലേലൂയ എല്ലാ പ്രിവിലേജസും നീട്ടിവച്ചിരിക്കുന്ന അനുഭവങ്ങളുണ്ടായിരിക്കും. ഇതൊക്കെ ദൈവം നമുക്ക് തന്നിരിക്കുമ്പോൾ തന്നെ ദൈവം നമ്മളെ കൊട്ടാരങ്ങളിലും അല്ലെങ്കിൽ അതുപോലെയുള്ള പ്രിവിലേജ്ഡ് അവസ്ഥകളിലും ആക്കി വെച്ചിരിക്കും. ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്നെണ്ണിക്കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ ശുശ്രൂഷ ചെയ്യാൻ, ദൈവവചനത്തിൻ്റെ പ്രഘോഷം ചെയ്യാൻ നമുക്ക് ഓരോരുത്തർക്കും മേൽ ഉത്തരവാദിത്വമുണ്ട്. എന്തിലാണ് നമ്മുടെ ധൈര്യം? അത് വലിയൊരു ചോദ്യമാണ്. എന്തിലാണ് നമ്മുടെ ധൈര്യം? 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട്: നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഫിലിപ്പിയിൽ വെച്ച് കഷ്ടവും അപമാനവും അനുഭവിച്ചിട്ടും വലിയ പോരാട്ടങ്ങളോടെ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങളോട് പ്രസംഗിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിൽ ധൈര്യപ്പെട്ടിരിക്കുന്നു. ഇവിടെ പൗലൂസ് പറയുക, ഞങ്ങൾ ഒത്തിരി കഷ്ടം അനുഭവിച്ചു, ഞങ്ങൾ ഒത്തിരി അപമാനം അനുഭവിച്ചു. ഇന്ന് ഹല്ലേലൂയ ഇവിടെ ഇരിക്കുന്ന ദൈവദാസന്മാരോട് ചോദിച്ചാൽ പറയും, ഒരുപാട് കഷ്ടങ്ങളും അപമാനങ്ങളും നിന്ദയും കല്ലേറുകളും അല്ലെങ്കിൽ പീഠകളും ഒക്കെ സഹിച്ചുകൊണ്ട് ആണ് അവർ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിക്ക് വേണ്ടി അധ്വാനിക്കുന്നത്. പക്ഷേ ഇവിടെ പൗലോസ് തരുന്ന ഒരു ധൈര്യമുണ്ട്. പൗലോസ് പറയുന്ന ഒരു കാരണമുണ്ട്. എവിടെ നിന്നാണ് ഞങ്ങൾക്ക് ധൈര്യം വരുന്നതെന്ന്? ഇവിടെ കഷ്ടമുണ്ടെങ്കിലും പീഡയുണ്ടെങ്കിലും അപമാനങ്ങളുണ്ടെങ്കിലും എന്ത് തന്നെ നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഞങ്ങൾ ദൈവത്തിൽ ധൈര്യപ്പെട്ട് മുന്നോട്ട് പോകുന്നവരാ. ഹല്ലേലൂയ. നമ്മുടെ ധൈര്യം എവിടെ നിന്നാണ് വരുന്നത്? നമ്മുടെ ധൈര്യത്തിൻ്റെ സോഴ്സ് ദൈവത്തിലാണ്. ഇവിടെ നമ്മുടെ കുറിവാക്യം തുടങ്ങുന്നത് തന്നെ അവർ കൂടിയിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹല്ലേലൂയ. ദൈവത്തിൽ നിന്ന് ധൈര്യം വേണമെങ്കിൽ നമുക്ക് ദൈവവുമായി ഒരു ബന്ധം വേണം, ഒരു റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ദൈവവുമായി ബന്ധമുള്ളവന് മാത്രമേ ദൈവത്തിൽ ഒരു ധൈര്യം ഉണ്ടാകാനുള്ള സാധ്യതയുള്ളൂ. ഹല്ലേലൂയ. ദൈവവുമായി ബന്ധം വേണമെന്നുണ്ടെങ്കിൽ ദൈവവുമായി സമയം വേർതിരിച്ചിരുന്ന പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ദൈവവുമായി ബന്ധം ഉണ്ടാകുകയുള്ളൂ. അങ്ങനെ പ്രാർത്ഥനയിൽ സമയം വേർതിരിക്കുന്ന ഒരു ദൈവ പൈതലിന് മാത്രമേ ഹല്ലേലൂയ ദൈവത്തിൽ ധൈര്യപ്പെട്ട് ദൈവമേൽപ്പിച്ചിരിക്കുന്ന നിയോഗങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ കഴിയത്തുള്ളൂ എന്ന് നാം മനസ്സിലാക്കണം. ഹല്ലേലൂയ. എന്നാൽ ധൈര്യമുള്ളവരാകാൻ നാം എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഹല്ലേലൂയ. ധൈര്യമുള്ളവരാകാൻ എന്ത് ചെയ്യണമെന്ന് അതേ വാക്യത്തിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ദൈവവചനം ധൈര്യത്തോടെ പ്രസ്താവിച്ചു.
പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ്. ഒന്നാമത്തെ കാര്യം, പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവ് നമ്മളുടെ മേൽ വേണം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിച്ച ഒരു ജനം, ആ ജനമായിരുന്നു പ്രാർത്ഥിക്കുന്നത്. അഭിഷേകവും നിറവും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. അഭിഷേകം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന, നമ്മുടെ പുറത്ത് പകരപ്പെട്ട, അല്ലെങ്കിൽ നമ്മുടെ മേൽ നൽകപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. പക്ഷെ നിറവെന്ന് പറയുന്നത് നമ്മുടെ അകത്ത് നിറയുന്ന ഒന്നാണ്. ഹല്ലേലൂയ. അകത്ത് നിറവുള്ളവന്, അകത്ത് പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവന്, ഇൻഫില്ലിംഗ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അകത്തുള്ളവന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ്റെ മേലുള്ള ആത്മാവിൻ്റെ അഭിഷേകം, അവൻ്റെ മേലുള്ള ദൈവകൃപ അത് പകരപ്പെടുന്നതാണ്. എൻ്റെ പാനപാത്രവും നിറഞ്ഞു കവിയുന്നു. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ബുദ്ധി ഉപദേശിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ അഭിഷേകമുള്ള അവസ്ഥകളുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിൻ്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ കടന്നു വരാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുകയാണ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവകത്ത് വന്നാലുള്ള വ്യത്യാസം എന്താ? പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമ്മുടെ അകത്ത് വന്നു കഴിയുമ്പോൾ നമ്മുടെ അകത്ത് വ്യാപരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മുടെ അകത്ത് പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടും. ഹല്ലേലൂയ. അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ, നിൻ്റെ അകത്തുള്ള ദൈവകൃപ അത് മറ്റുള്ളവരിലേക്ക് വ്യാപരിക്കപ്പെടുമ്പോൾ അവൻ്റെ ജീവിതത്തിലും അത്ഭുതങ്ങൾ സംഭവിക്കും. ഹല്ലേലൂയ. രണ്ടാമത്തെ കാര്യം, ഹല്ലേലൂയ, ഞാൻ പറഞ്ഞു ദൈവകൃപ. ഒന്നാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, രണ്ടാമത്തേത് ദൈവകൃപ. ഹല്ലേലൂയ. 4-ാം അധ്യായം 30-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കുറിവാക്യത്തിൻ്റെ തൊട്ട് മുന്നിലത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടുകൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് കൃപ നൽകണമേ. ഇങ്ങനെ അവർ പ്രാർത്ഥിച്ചപ്പോൾ എന്ന് പറഞ്ഞു തുടങ്ങുന്നു. എന്തായ പ്രാർത്ഥന? ഹല്ലേലൂയ. ആ പ്രാർത്ഥനയിൽ പറയുക, നിന്റെ വചനം പൂർണ്ണ ധൈര്യത്തോടും കൂടെ പ്രസ്താവിപ്പാൻ നിന്റെ ദാസന്മാർക്ക് എന്ത് നൽകണം? കൃപ നൽകണം. അങ്ങനെയെങ്കിൽ ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ വചനം പ്രസ്താവിപ്പാൻ, ധൈര്യത്തോടുകൂടെ ദൈവത്തിൻ്റെ സാക്ഷിയാകാൻ രണ്ട് കാര്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. ഒന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, രണ്ട് ദൈവകൃപ. ഈ ഒരു വാക്യത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നുകൊണ്ട് തന്നെ, ഹല്ലേലൂയ, എന്തുകൊണ്ടവർ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്തുകൊണ്ടവർ ധൈര്യത്തിനായി പ്രാർത്ഥിച്ചു? ഇതിൻ്റെ ഒരു ചരിത്രം നോക്കണം. ഹല്ലേലൂയ. സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ, അല്ലെങ്കിൽ ആ ഗോപുരത്തിൻ്റെ അടുത്ത്, ഹല്ലേലൂയ, ഒരു മനുഷ്യൻ 40 വർഷമായിരിക്കുക. അവൻ അമ്മയുടെ ഉദരം മുതൽ മുടന്തനാണ് എന്നാണ് വചനത്തിൽ നിന്ന് വായിക്കാൻ കഴിയുന്നത്. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ ഒരു മനുഷ്യൻ്റെ അടുത്തേക്ക്, അവൻ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അവൻ്റെ അടുത്തേക്ക് പത്രോസും യോഹന്നാനും കടന്നു ചെല്ലുകയാണ്. പത്രോസും യോഹന്നാനും കടന്നു ചെല്ലുമ്പോൾ ഇവൻ പ്രതീക്ഷിക്കുന്ന ഒന്നുണ്ട്, എന്തെങ്കിലും ഒരു നന്മ ഇവരിൽ നിന്ന് എനിക്ക് ലഭിക്കും. ആ നന്മ പ്രതീക്ഷിച്ചുകൊണ്ട് അവരെ നോക്കിയപ്പോൾ, ഹല്ലേലൂയ, അവർ തിരിച്ച് അവനോട് പറയുന്ന ഒരു സന്ദേശമുണ്ട്. നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പൊന്നായിരിക്കാം, നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വെള്ളിയായിരിക്കാം, നീ ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്തെങ്കിലും പണമോ അല്ലെങ്കിൽ അതുപോലത്തെ നന്മയോ ഭൗതിക അനുഗ്രഹങ്ങളോ ആയിരിക്കാം. ഇതൊന്നും ഞങ്ങളുടെ പക്കലില്ല. പക്ഷെ ഞങ്ങളുടെ പക്കൽ ഇതൊന്നുമില്ലെങ്കിലും ഞങ്ങളുടെ പക്കലുള്ള ഒന്ന്, അത് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങളെ ചെയ്യുന്നതാ. ഞങ്ങളുടെ മേലൊരു ദൈവകൃപയുണ്ട്. ആ ദൈവകൃപ നിന്നിലേക്ക് വ്യാപരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകൾക്ക് ദൈവം ഭേദം വരുത്തും. ഹല്ലേലൂയ. അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ, അമ്മയുടെ ഉദരം മുതൽ മുടന്തനായ മനുഷ്യൻ എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. ഒരു കുഞ്ഞ് തൻ്റെ മാതാപിതാക്കളോട് റെസ്പോണ്ട് ചെയ്യുന്ന ആദ്യത്തെ റെസ്പോൺസ് എന്താണെന്നറിയാമോ? വയറ്റിൽ കിടന്ന് ചവിട്ടുന്നതാ. ഹല്ലേലൂയ. വയറ്റിൽ കിടന്ന് ചവിട്ടുന്നതാ. ഒരു കുഞ്ഞിനെ അവർ പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ ആ മാതാപിതാക്കൾ ഏറ്റവും അധികം എക്സ്പെക്റ്റ് ചെയ്യുന്നതും അല്ലെ സന്തോഷത്തോടെ കാത്തിരിക്കുന്നതും ഈ ഒരു കുഞ്ഞിൻ്റെ ചവിട്ട് കൊള്ളാനോ അല്ലെങ്കിൽ ആ കാൽപാദം കാണാനോ വേണ്ടിയിട്ടാണ്. പക്ഷേ ഈ മുടന്തൻ്റെ അമ്മയ്ക്കും അപ്പനും അവിടെ ഇതിനുള്ള ഭാഗ്യമുണ്ടായിട്ടില്ല. ഈ കുഞ്ഞിന് ജീവനുണ്ടെന്ന് അറിയിക്കുന്നത് ഈ ചവിട്ട് കൊള്ളുമ്പോഴാ, അവൻ്റെ അനക്കം കൊണ്ടാ. ഹല്ലേലൂയ. പക്ഷേ ഈ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞ് അവൻ ഉദരം മുതൽ മുടന്തനാണെന്ന് വചനത്തിൽ പറയുന്നു. ഹല്ലേലൂയ. ഉദരം മുതൽ മുടന്തനായ ഈ മനുഷ്യൻ അവൻ വയറ്റിൽ കിടന്ന് ചവിട്ടാത്തത് കൊണ്ട് ഒരുപക്ഷെ അവൻ്റെ അപ്പനും അമ്മയും വിചാരിച്ചു കാണും അവരുടെ അകത്ത് കിടക്കുന്നത് ആ അമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന ഒരു ചാവിള്ളയാണെന്ന്. ഹല്ലേലൂയ. ലോകം വിധി എഴുതി ഇവൻ ജീവിക്കത്തില്ല.
പക്ഷെ ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നു. ദൈവം അവനെ പുറത്തു കൊണ്ടുവന്നപ്പോഴും അവൻ്റെ ജീവിതത്തിൻ്റെ മുമ്പിൽ ഒരു പ്രതിസന്ധിയുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ഭക്തന്മാർ അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപയുടെ വ്യാപാരം അവൻ്റെ മേൽ നടത്തിയപ്പോൾ, പൊന്നും വെള്ളിയും ഞങ്ങൾക്കില്ല, ഞങ്ങൾക്കുള്ളത് നിനക്ക് തന്നുവെന്ന അധികാരത്തിൻ്റെ ഒരു ശുശ്രൂഷ അവിടെ ചെയ്തപ്പോൾ, ഒരു കൈമാറ്റം, ദൈവകൃപയുടെ ഒരു കൈമാറ്റം അധികാരത്തോടുകൂടെ അവിടെ നടത്തിയപ്പോൾ അവൻ്റെ ജീവിതത്തിന്, അവൻ്റെ അവസ്ഥയ്ക്ക് ഭേദം വന്ന് അവൻ സൗഖ്യം പ്രാപിച്ചെഴുന്നേറ്റു. 40 വർഷം നടക്കാത്തവൻ എഴുന്നേറ്റ് ഹല്ലേലൂയ തുള്ളിച്ചാടുന്ന ഒരവസ്ഥ. ഹല്ലേലൂയ. എവിടെ നിന്നാ ഇവർക്ക് ഈ ധൈര്യം വന്നത്? അവർക്ക് ഈ ധൈര്യം വന്നത് എവിടെ നിന്നാ? അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ, അവരുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഇതിൽ നിന്ന് അവർക്ക് ധൈര്യം വന്നത്. ഹല്ലേലൂയ. അവിടെ അവർ ഓർക്കേണ്ടുന്ന, അവർ മനസ്സിൽ വച്ചിരിക്കുന്ന, ഒരുപക്ഷെ അവരെ ധൈര്യപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ ഉണ്ടായിരിക്കാം. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഞാൻ പോകുന്നത് കൊണ്ട്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതൊക്കെയും ചെയ്യും. ഞാൻ പോകുന്നത് കൊണ്ട് ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. അങ്ങനെയെങ്കിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന ദൈവജനമേ, ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത അത്ഭുതങ്ങളോ അടയാളങ്ങളോ വീര്യപ്രവൃത്തികളോ എന്തു തന്നെയാണെങ്കിലും ഹല്ലേലൂയ, അതൊക്കെ ചെയ്തെടുക്കാൻ അഭിഷേകവും അധികാരവുമുള്ളൊരു ദൈവജനമാണ് നമ്മൾ. അത്രയും പ്രിവിലേജ് കാറ്റഗറിയാണ് നമ്മൾ. പരിശുദ്ധാത്മാവിൻ്റെ അത്യന്തമായ അഭിഷേകം നമ്മളുടെ മേലുണ്ട്. ക്രിസ്തു ഈ ഭൂമിയിൽ ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് നമ്മളെ വിട്ട് നമുക്ക് വേണ്ടി വാസസ്ഥലം ഒരുക്കുവാൻ വേണ്ടി തൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് ക്രിസ്തു ചെയ്തതിലും അധികം ചെയ്യാൻ വിളിക്കപ്പെട്ടവരാ നമ്മൾ. അതാ നമ്മുടെ ധൈര്യം, അതാ നമ്മുടെ ഉറപ്പ്. ഹല്ലേലൂയ. ഇവിടെ ഇവർ പ്രാർത്ഥിക്കുകയാ, അല്ലെങ്കിൽ ഇവർ കൽപ്പിക്കുകയാ, അവിടെ സൗഖ്യം വരികയാണ്. ഹല്ലേലൂയ. ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെടാത്ത ഒരു ഗ്രൂപ്പുണ്ട്. ഹല്ലേലൂയ. അവിടുത്തെ യഹൂദ മതാനുസാരികൾ, അല്ലെങ്കിൽ അവരുടെ സന്നദ്ധി സംഘത്തിൻ്റെ അംഗങ്ങൾ, അല്ലെങ്കിൽ അവിടുത്തെ ന്യായാധിപ സംഘങ്ങൾ, ഇവരൊക്കെ ഇവരെ പിടിച്ച് തടവിലാക്കുന്ന ഒരവസ്ഥ കാണുകയാണ്. തടവിലാക്കുമ്പോൾ തന്നെ അന്ന് വൈകുന്നേരമായതുകൊണ്ട് പിറ്റേനാൾ അവരെ വിചാരണ ചെയ്യുന്ന ഒരു സീൻ കൂടെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു അവസ്ഥ കൂടെ, അങ്ങനെ ഒരു സാഹചര്യം കൂടെ അവിടെ കാണുകയാണ്. അവിടെ വിചാരണ ചെയ്യുമ്പോൾ അവരുടെ വാക്കുകളുടെ ധൈര്യം കണ്ടിട്ട് ഹല്ലേലൂയ, ന്യായാധിപ സംഘം പറയുന്ന, അല്ലെങ്കിൽ അവരെക്കുറിച്ച് പറയുന്ന ഒരു വാചകമുണ്ട്, ഇവർ പഠിപ്പില്ലാത്തവരും. ഹല്ലേലൂയ. യാതൊരു ക്വാളിഫിക്കേഷനുമില്ല, എഡ്യൂക്കേഷൻ ഇല്ല, വിദ്യാഭ്യാസമില്ല, പഠിപ്പില്ലാത്തവരാ, സാധാരണ മനുഷ്യരാ. പക്ഷേ ഇവരുടെ മേൽ എവിടെ നിന്ന് ഈ ധൈര്യം വന്നു? ഹല്ലേലൂയ. ഇവർ സാധാരണ മനുഷ്യരും പഠിപ്പില്ലാത്തവരും, പക്ഷേ അവരുടെ ധൈര്യം കണ്ടിട്ട്, അവരുടെ വാക്കുകളിലെ ജ്ഞാനം കണ്ടിട്ട് അവർ അതിശയിച്ചു. ആ അതിശയം അവരെ വെറുതെ വിട്ടത്. ഹല്ലേലൂയ. എന്താ ഇവരെ അതിശയിപ്പിച്ചത്? ഇവരുടെ മേലുള്ള ദൈവകൃപ, ഇവരുടെ മേൽ പരിശുദ്ധാത്മാവിൽ പകരപ്പെട്ടിരിക്കുന്ന ജ്ഞാനം, പരിജ്ഞാനം, ഇത് അവിടെ ഹല്ലേലൂയ അവരുടെ വാക്കുകളിലും പ്രവൃത്തിയിലും വ്യക്തമായപ്പോൾ, അവരുടെ ധൈര്യത്തിൽ അത് വ്യക്തമായപ്പോൾ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിടെ അവരിലൂടെ വലിയൊരു സാക്ഷ്യം നിറവേറ്റുകയാ. ഈ ജനത്തിൻ്റെ മുമ്പിൽ, ന്യായാധിപ സംഘത്തിൻ്റെ മുമ്പിൽ, അല്ലെങ്കിൽ അവിടുത്തെ സന്നദ്ധി സംഘത്തിൻ്റെ മുമ്പിൽ ഈ ജനം അവിടെ ഒരു സാക്ഷ്യത്തോടെ നിൽക്കുകയാ. ധൈര്യമുള്ള ഒരു ജനം, ദൈവകൃപയുള്ളൊരു ജനം. ആ ധൈര്യം അവർ പ്രകടിപ്പിക്കുന്നുമുണ്ട്. എങ്ങനെയാ? അവരിലൂടെ പകരപ്പെടുന്ന ഹല്ലേലൂയ ദൈവകൃപയിലൂടെ. ഹല്ലേലൂയ. ഇവിടെ ആ പ്രാർത്ഥനയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ ആ പ്രാർത്ഥനയുടെ റിസൾട്ടായിട്ട് ആദ്യം കാണുന്ന ഒന്നുണ്ട്. അവർ കൂടിയിരുന്നപ്പോൾ, ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. പലപ്പോഴും നമുക്ക് ധൈര്യമില്ലാത്തത് എന്താണെന്നറിയാമോ? നമുക്ക് പ്രാർത്ഥിക്കാൻ പോലും ധൈര്യമില്ല. കാരണം നമ്മുടെ അടുത്തേക്കൊരു രോഗിയോ, അല്ലെങ്കിൽ ആവശ്യമുള്ളൊരു വ്യക്തിയോ, നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മുടെ ഒപ്പം വർക്ക് ചെയ്യുന്ന കൊളീഗ്സോ അവരുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൻ്റെ കഷ്ടങ്ങളോടുള്ള ബന്ധത്തിൽ, അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന പ്രയാസങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളോട് പ്രാർത്ഥന ആവശ്യപ്പെടുമ്പം പലപ്പോഴും നമുക്ക് പ്രാർത്ഥിക്കാൻ മടിയാ. കർത്താവേ, ഇനി ഞാൻ പ്രാർത്ഥിച്ച് ഒരു വിടുതൽ കിട്ടിയില്ലെങ്കിൽ ഞാൻ എന്തു ചെയ്യും? ഹല്ലേലൂയ. അവരുടെ ഒരു ചോദ്യമാണ്. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ കാണിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. ഇങ്ങനെ കൂടിയിരുന്നവർ പ്രാർത്ഥിച്ചപ്പോൾ അവർ കൂടിയിരുന്ന സ്ഥലം കുലുങ്ങി. ഹല്ലേലൂയ. ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ദേശത്തെ കുലുക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ. ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് രാജ്യങ്ങളെ കുലുക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ. ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ജാതികളെ കുലുക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ. ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിനക്കെതിരെ നിൽക്കുന്നത് എന്താണെങ്കിലും അതിനെ കുലുക്കാനുള്ള ശക്തിയുണ്ട് കേട്ടോ. ഇന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ നിയോഗത്തെ ഹല്ലേലൂയ അതിനുവേണ്ടിയുള്ള മനോഹര വസ്തുക്കളെ കൂട്ടിവരുത്തുന്ന രീതിയിൽ ജാതികളെ, ദേശങ്ങളെ കുലുക്കാൻ ഉള്ള ശക്തിയുണ്ട് കേട്ടോ.
ഹല്ലേലൂയ. ഒരു വേദഭാഗത്തേക്ക് പെട്ടെന്ന് പോയിട്ട് മടങ്ങി വരാൻ ഞാൻ താല്പര്യപ്പെടുക. ഹഗ്ഗായിയുടെ പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ ചിലതിനൊക്കെ കുലുക്കുന്ന ഒരു അനുഭവം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കടലിനെയും കരയെയും ഇളക്കും. ഞാൻ സകല ജാതികളെയും ഇളക്കും. സകല ജാതികളുടെയും മനോഹര വസ്തുക്കൾ വരികയും ചെയ്യും. ഹല്ലേലൂയ. ഞാൻ സകല ജാതികളെയും ഇറക്കും. ഹല്ലേലൂയ. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെ നോക്കി, നമ്മളുടെ സഭകളെ നോക്കി, നമ്മുടെ കൂട്ടായ്മകളെ നോക്കി നമുക്ക് തരുന്നൊരു വാഗ്ദത്തമുണ്ട്. ഇനിയും കുറഞ്ഞൊന്ന് കഴിഞ്ഞിട്ട് ഞാൻ ആകാശത്തെയും ഭൂമിയെയും കരയെയും കടലിനെയും ഇളക്കും. ഹല്ലേലൂയ. ഇളക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ടുന്ന നമ്മുടെ മേൽ ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥിക്കാൻ, ദൈവസന്നിധിയിൽ ഇടിവിൽ നിൽപ്പാൻ നാം തയ്യാറാകണം. ഹല്ലേലൂയ. സകല ജാതികളുടെയും മനോഹര വസ്തു വന്നു ചേരുകയും ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഞാൻ ഈ ആലയത്തെ മഹത്വപൂർണ്ണമാക്കും. ഹല്ലേലൂയ. സകല ജാതികളുടെയും മനോഹര വസ്തു വന്നു ചേരുമ്പോൾ, ദൈവം നേഷൻസിനെ ഷെയ്ക്ക് ചെയ്യുമ്പോൾ, ദൈവം ഹല്ലേലൂയ ദേശത്തെ ഇളക്കുമ്പോൾ, ദൈവം രാജ്യങ്ങളെ ഇളക്കുമ്പോൾ എന്ത് സംഭവിക്കും? സകല ജാതികളുടെയും മനോഹര വസ്തുക്കൾ ഒരുമിച്ച് കൂടി വരും. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനാൽ ഇളകപ്പെടുന്ന ഒരു റിവൈവൽ അനുഭവിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മുടെ ചുറ്റുപാടുകൾ, ദേശം മാറുന്ന ഒരു കാഴ്ച നാം കാണാൻ പോകുകയാണ്. അതിൻ്റെ മേൽ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. പ്രാർത്ഥനയോടെ അതിനുവേണ്ടി കാത്തിരിക്കുമെങ്കിൽ ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാൻ, ഞാൻ ദേശത്തിന് വേണ്ടി അത് ചെയ്യും, ഞാൻ എൻ്റെ ജനത്തിന് വേണ്ടി അത് ചെയ്യും. ഹല്ലേലൂയ. അടുത്ത വാക്യം, 9-ാം വാക്യം വളരെ പ്രത്യേകതയുള്ളതാണ്. ഈ ആലയത്തിൻ്റെ പിന്നത്തെ മഹത്വം മുൻപിലത്തേതിലും വലുതായിരിക്കുമെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. ഈ സ്ഥലത്ത് ഞാൻ സമാധാനം നൽകും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദൈവസന്നിധിയിൽ നാം ഇരിക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവസന്നിധിയിൽ നാം ഇടിവിൽ നിൽക്കാൻ തയ്യാറാകുമ്പോൾ, ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ദേശത്തെ ഇളക്കിയാൽ, ഹല്ലേലൂയ. ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയ്ക്ക് പിതാക്കന്മാരിട്ട് ഒരു അടിത്തറയുണ്ട്. അന്ന് കാലത്ത് 1-2 സഭകളിൽ നിന്ന് തുടങ്ങി ഇന്ന് 12,000 ആയി നിൽക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇനിയും സഭയെക്കുറിച്ച് പദ്ധതിയുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് ഇനിയും നമ്മളെ ഓരോരുത്തരെയും കുറിച്ച് പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആലയത്തിൻ്റെ പിൻപിലത്തെ മഹത്വം, ഈ പ്രസ്ഥാനത്തിൻ്റെ പിൻപിലത്തെ മഹത്വം, ഈ സഭയുടെ പിൻപിലത്തെ മഹത്വം മുൻപിലത്തേതിലും വലുതായിരിക്കുമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനത്തിൽ ധൈര്യത്തിൽ പിന്നോട്ട് പോയിട്ടുള്ള, അല്ലെങ്കിൽ ധൈര്യശാലികളായിരുന്നിട്ട് പലപ്പോഴും ഹല്ലേലൂയ ക്ഷീണിച്ചു പോയിട്ടുള്ള ഒരുപാട് മനുഷ്യരെ നമുക്ക് കാണാൻ സാധിക്കും. പേരെടുത്ത് പറയത്തക്ക രീതിയിൽ ഒരുപാട് ധൈര്യശാലികൾ വേദപുസ്തകത്തിലുണ്ട്. ഹല്ലേലൂയ. ഒരു കല്ലുകൊണ്ട് ഫിലിസ്ത്യ മല്ലൻ്റെ തല തകർത്ത് അവനെ വീഴ്ത്തിക്കളഞ്ഞ ദാവീദിനെ നമുക്കറിയാം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞിട്ടല്ലാതെ ഈ നാട്ടിൽ ഇനി മഞ്ഞും മഴയും പെയ്യത്തില്ലെന്ന രാജാവിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ധൈര്യത്തോടെ വിളിച്ചു പറഞ്ഞ ഏലിയാവിനെ നമുക്കറിയാം. അല്ലെങ്കിൽ പല രീതിയിൽ ഹല്ലേലൂയ അധികാരത്തിൻ്റെ ശുശ്രൂഷ, അല്ലെങ്കിൽ പല രീതിയിൽ ധൈര്യത്തോടെയുള്ള ശുശ്രൂഷ ചെയ്തിട്ടുള്ള ദൈവദാസന്മാരെ, ഭക്തന്മാരെ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ ഈ ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പിന്നോട്ട് പോയിട്ടുള്ള അവസ്ഥകളുണ്ട്. ഹല്ലേലൂയ. ഏലിയാവ് ചൂരച്ചെടിയുടെ തണലിൽ കിടന്നുകൊണ്ട് മതി യഹോവേ മതി, എന്നെ അങ്ങ് എടുത്തോണെന്ന് പ്രാർത്ഥിച്ച അവസ്ഥകളുണ്ട്. എന്തിന്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു പോലും ഹല്ലേലൂയ അവൻ പാപം ചെയ്തിട്ടില്ലെങ്കിലും, അവൻ പാപം അറിഞ്ഞിട്ടില്ലെങ്കിലും, അവൻ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിലും, അവൻ ഈ ലോകത്തിന് അനുരൂപമായിട്ടില്ലെങ്കിലും, എൻ്റെയും നിൻ്റെയും പാപത്തിൻ്റെ ഫലമായി അവൻ പാപമാക്കപ്പെട്ടു. പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ പാപമാക്കി മാറ്റി എന്ന് നാം വായിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ആ പാപമാക്കപ്പെട്ട അവസ്ഥ കൊണ്ട് യേശു ക്രിസ്തുവും ക്ഷീണിച്ചു പോകുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മതി യഹോവേ മതി എന്ന് ഏലിയാവ് പറഞ്ഞതുപോലെ, കർത്താവേ പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് മാറ്റണമേ എന്ന് യേശു ക്രിസ്തു പോലും പ്രാർത്ഥിച്ച അവസ്ഥകൾ നമുക്ക് വേദപുസ്തകത്തിൽ കാണാൻ സാധിക്കും. പക്ഷേ എങ്കിലും ധൈര്യത്തോടെ നിന്ന, ഹല്ലേലൂയ ഒരൊറ്റ പ്രസംഗമേ പ്രസംഗിച്ചുള്ളെങ്കിലും ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഉറപ്പോടെ നിന്ന ഒരു മനുഷ്യനെ വേദപുസ്തകത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ സ്തേഫാനോസിനെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തേഫാനോസിനെ തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുപ്പ് വളരെ പ്രത്യേകതയുള്ളതാണ്. ഹല്ലേലൂയ. സ്തേഫാനോസിനെ തിരഞ്ഞെടുക്കുന്നത് അപ്പോസ്തലന്മാരുടെ കയ്യിൽ ഒതുങ്ങുന്നതിന് അപ്പുറത്തേക്ക് ദൈവസഭയുടെ വളർച്ച, അല്ലെങ്കിൽ ദൈവരാജ്യത്തിൻ്റെ കെട്ടുപണിയുടെ ശുശ്രൂഷ വളരുന്ന ഒരവസ്ഥയിലേക്ക് വന്നു.
ഹല്ലേലൂയ. അങ്ങനെ വളരുന്നൊരവസ്ഥയിലേക്ക് വന്നപ്പോൾ പലപ്പോഴും പല കാര്യങ്ങളിലും അവർക്ക് ഇടപെടാൻ കഴിയാതെ വന്നു. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കാൻ അപ്പോസ്തലന്മാരും ജനത്തിൻ്റെ മൂപ്പന്മാരും ഒരുമിച്ച് നിന്ന് തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ 7 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൽ ഒന്നാമത് പറയുന്ന പേരാ ആരുടെയാ? സ്തെഫാനോസിൻ്റെ. ഹല്ലേലൂയ. സ്തെഫാനോസിനെ ഒന്നാമതായി തിരഞ്ഞെടുക്കുന്നു. എന്നാൽ അതിനകത്ത് അവസാനം പറയുന്നൊരു പേരുണ്ട്, യഹൂദ മതാനുസാരിയായ നിക്കോലോവോസ്. ഹല്ലേലൂയ. സ്തെഫാനോസിനെ സംബന്ധിച്ച് സ്തെഫാനോസ് ഹല്ലേലൂയ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്തെഫാനോസിൻ്റെ ഒരു പ്രസംഗമുണ്ട്. ആ പ്രസംഗം ധൈര്യത്തോടെ ഹല്ലേലൂയ ജനത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അബ്രഹാമിൻ്റെ കാലം മുതൽ ഹല്ലേലൂയ തങ്ങളെ നടത്തിയ ദൈവത്തെക്കുറിച്ച് വാഴ്ത്തി പറഞ്ഞുകൊണ്ട് ദൈവം അവരെ നടത്തിയ വഴികളെ ഓരോന്നും അവരെ ഓർപ്പിച്ചുകൊണ്ട് ഹല്ലേലൂയ അബ്രഹാം മുതൽ അന്നുവരെ ദൈവം അവരെ നടത്തിയ വഴികളും നടത്തിയ വിധങ്ങളും അവരെ ഹല്ലേലൂയ കൊണ്ടുപോയ ഹല്ലേലൂയ അവസ്ഥകളും എല്ലാം ഓർപ്പിച്ച് ദൈവത്തിൻ്റെ നീതിയും ദൈവത്തിൻ്റെ കാവലും ദൈവത്തിൻ്റെ സ്നേഹവും ഓർപ്പിച്ചുണർത്തിയിട്ട് അവസാനം വന്നിട്ട് ഹല്ലേലൂയ അവരുടെ നേരെ നിന്നുകൊണ്ട് അവരുടെ തെറ്റുകളെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പ്രസംഗിക്കുന്ന അല്ലെങ്കിൽ ഹല്ലേലൂയ പറയുന്ന പ്രബോധിപ്പിക്കുന്ന ഒരു വചനം കൂടെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. അതെന്താണെന്ന് നോക്കിയാൽ 51 വാക്യം മുതൽ പറയുമ്പോൾ, ശാഠ്യക്കാരും ഹൃദയത്തിനും ചെവിക്കും പരിച്ഛേദന ഇല്ലാത്തവരുമായുള്ളവരെ, നിങ്ങളുടെ പിതാക്കന്മാരെ പോലെ നിങ്ങളും എല്ലായ്പ്പോഴും പരിശുദ്ധാത്മാവിനോട് മറുത്തു നിൽക്കുന്നു. പ്രവാചകന്മാരിൽ ഏവനെ നിങ്ങളുടെ പിതാക്കന്മാർ ഉപദ്രവിക്കാതിരുന്നിട്ടുള്ളൂ. നീതിമാനായവൻ്റെ വരവിനെക്കുറിച്ച് മുന്നറിയിച്ചവരെ അവർ കൊന്നുകളഞ്ഞു. അവന് നിങ്ങളിപ്പോൾ ദ്രോഹികളും കുലപാതകന്മാരുമായി തീർന്നിരിക്കുന്നു. നിങ്ങൾ ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം പ്രാപിച്ചു, എങ്കിലും പ്രമാണിച്ചില്ല. യഹൂദന്മാരോട് നോക്കിക്കൊണ്ട് പറയുക, ദൈവദൂതന്മാരുടെ നിയോഗങ്ങളായ ന്യായപ്രമാണം അത് നിങ്ങൾ പ്രാപിച്ചു, പക്ഷേ പ്രമാണിച്ചില്ല. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയാം, നമുക്ക് ദൈവം ന്യായപ്രമാണം നൽകിയിട്ടുണ്ടെങ്കിൽ അത് പ്രമാണിക്കാൻ കൂടെയാ. നൽകപ്പെട്ട ന്യായപ്രമാണത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് അത് പ്രമാണിപ്പാൻ ഒരു ധൈര്യം വേണം. ഹല്ലേലൂയ. പലപ്പോഴും ഇതിൽ നിന്ന് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന കാര്യങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളും നമ്മുടെ മുമ്പിലുണ്ടാകാം. പക്ഷെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ പറയുക, ധൈര്യത്തോടെ എൻ്റെ ന്യായപ്രമാണം അനുസരിക്കുന്നവൻ എന്തൊക്കെ പ്രതിസന്ധി വന്നാലും എബ്രായ ബാലന്മാരെ പോലെ ദൈവസന്നിധിയിൽ നേരോടെ നിന്ന് ഹല്ലേലൂയ ദൈവഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകത്തില്ല, ദൈവിക ന്യായപ്രമാണം അനുസരിച്ച് മാത്രം ഞാൻ മുന്നോട്ട് പോകുമെന്ന് ധൈര്യത്തോടെ പറയാൻ കഴിയുന്ന ഒരു തലമുറ എഴുന്നേൽക്കണം. ഹല്ലേലൂയ. അത് ധൈര്യമല്ല, അതിനപ്പുറത്തൊരു പ്രാഗൽഭ്യമെന്ന് പറയും. ഇന്ന് ധൈര്യം എന്ന ബോൾഡ്നെസ് എന്ന വാക്കിന് ധൈര്യം എന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് പ്രാഗൽഭ്യം എന്ന വാക്കാണ്. ഈ അവസാനത്തെ ഈ 7 പേരിൽ അവസാനത്തെ ഒരു വ്യക്തിയെ കൂടെ എടുത്തു കാണിച്ചിട്ട് ഞാൻ ഇരിക്കുക. നിക്കോലോവോസ്, യഹൂദ മതാനുസാരിയായ നിക്കോലോവോസ്. ഈ നിക്കോലോവോസിനെ നമ്മൾ പിന്നീട് കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ്. വെളിപ്പാട് പുസ്തകത്തിൽ സഭകൾക്കുള്ള കത്തുകൾ എഴുതുമ്പോൾ അല്ലെങ്കിൽ എഴുത്തുകൾ എഴുതുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ. 2-ാം അധ്യായം അതിൻ്റെ 14-ാം വാക്യം മുതൽ, എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുമ്പിൽ ഇടർച്ച വയ്പ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിൻ്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്കുണ്ട്. അവണ്ണം തന്നെ നിക്കോലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കും ഉണ്ട്. അപ്പോൾ ഇവിടെ പെർഗമോസിലെ സഭയെ നോക്കിക്കൊണ്ട് പറയാം, നിന്നെക്കുറിച്ചൊരു കുറ്റം പറയാനുണ്ട്. നിക്കോലോവരുടെ ഉപദേശം കൈക്കൊള്ളുന്നവർ നിനക്കവിടെ ഉണ്ട്. ഹല്ലേലൂയ. അതുപോലെ തന്നെ എഫെസോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ വായിക്കുന്നു, എങ്കിലും നിക്കോലോവരുടെ നടപ്പ് നീ പകയ്ക്കുന്നു എന്നൊരു നന്മ നിനക്കുണ്ട്. ഹല്ലേലൂയ. സ്തെഫാനോസിനൊപ്പം തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് നിക്കോലോവോസും. പക്ഷേ നിക്കോലോവോസിൻ്റെ പിന്മുറക്കാർ വന്നപ്പോൾ അല്ലെങ്കിൽ തന്നെ അനുയായികൾ വന്നപ്പോൾ അവരെക്കുറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, അവരിൽ ഞാൻ പ്രസാദിക്കുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവവചനത്തിൻ്റെ അന്തസത്തയിൽ നിന്ന് ന്യായപ്രമാണത്തിൽ നിന്ന് അവർ മാറിപ്പോയി. ഹല്ലേലൂയ. രക്ഷ ഒരിക്കലായി പ്രാപിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെ നടന്നാലും എങ്ങനെ ജീവിച്ചാലും സ്വർഗത്തിൽ പോകുമെന്ന് പഠിപ്പിച്ച ഒരു കൂട്ടർ. പക്ഷേ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുക, അങ്ങനെയല്ല. ദൈവിക ന്യായപ്രമാണം നമ്മുടെ മേൽ നൽകപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഹല്ലേലൂയ പ്രാഗൽഭ്യത്തോടെ അതനുസരിപ്പാൻ, ഹല്ലേലൂയ അതനുസരിക്കുന്ന പ്രാഗൽഭ്യത്തോടെ, ന്യായപ്രമാണത്തിൽ ഉറച്ചു നിൽക്കുന്ന പ്രാഗൽഭ്യത്തോടെ നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവിക ഹല്ലേലൂയ കൃപ, ദൈവിക പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അത് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്ന സന്ദേശം, ദൈവത്തിൻ്റെ വചനം അറിയിക്കാൻ
ധൈര്യമുള്ളവരായി നാം നിൽക്കണം. അങ്ങനെ നിൽക്കണമെന്നുണ്ടെങ്കിൽ ന്യായപ്രമാണം അനുസരിക്കാൻ ഒരു ധൈര്യം വേണം, അത് പ്രമാണിക്കാൻ ഒരു ധൈര്യം വേണം. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ ഒരു പ്രാഗൽഭ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. അത് പ്രമാണിക്കുന്നു എന്നൊരു പ്രാഗൽഭ്യം നമുക്ക് വേണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ അല്ലെങ്കിൽ നിറവിൽ, അതിൻ്റെ ഒരു ഇൻഫില്ലിങ്ങിൽ, അതിനകത്ത് നമുക്കൊരു പ്രാഗൽഭ്യം വേണം. നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപയിൽ നമുക്കൊരു പ്രാഗൽഭ്യം വേണം. അങ്ങനെയെങ്കിൽ ഈ തലമുറയിൽ ദൈവകൃപയിൽ നിന്നുകൊണ്ട് നമ്മുടെ മേൽ പകരപ്പെട്ടിരിക്കുന്ന ദൈവകൃപ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനും ദൈവരാജ്യത്തിൻ്റെ കെട്ടുമണിക്കും ഈ അന്ത്യകാലത്ത് ഹല്ലേലൂയ ദൈവിക ശുശ്രൂഷയ്ക്കും ആത്മാക്കളുടെ വിടുതലിനും വേണ്ടി ഉതകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിന്നിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തട്ടെ. സമയം അനുവദിച്ച ദൈവദാസന്മാരോട് നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. Praise God. We had a wonderful message from Dr. Allen. So we had